വണ്ടിയുടെ ക്ലീനിങ് കഴിയുന്നവരെ യാത്രക്കാരും ട്രെയിനിലേക്ക് കയറരുത് എന്നൊരു അനൗൺസ്മെൻറ്റ് ഇപ്പം മലയാളത്തിലും ഇംഗ്ലീഷിലും അവർ നടത്തി. ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മുടെ മൈക്ക് ശരിക്കും റെക്കോർഡ് ചെയ്തില്ല, അതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യാണ്. എല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ ഡോർ അടച്ചിട്ട് ക്ലീനിങ് നടക്കുന്നു. ഇതാണ് ഞാൻ യാത്രയും പോകുന്ന കോച്ച് 241608. നമ്മളിന്ന് എക്സിക്യൂട്ടീവ് ചെറുക്കാറിലാണ് പോകുന്നത്. പാലക്കാട് വരെയും പോകുന്നത് കേട്ടോ. ലേഡീസ് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. പുറകിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഏറ്റവും പുതിയ കേരളത്തിൻ്റെ 3ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇതിനൊരു ചെറിയ യാത്രയാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിലെ 3ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഞാൻ പറഞ്ഞുള്ളൂ. കേരളത്തിലെ 3ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും KSR ബംഗളൂരുവിലേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. 26652 എറണാകുളം ജംഗ്ഷൻ KSR ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ഒരു ചെറിയ യാത്ര നമ്മളിന്ന് പോകണം. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 നേത്രാവതി എക്സ്പ്രസ് നടക്കുന്നുണ്ട്. ഇവനെ നമുക്ക് വഴിയിൽ ഓവർടേക്കാനുള്ള, ഇതിനെ നമ്മൾ ഓവർടേക്കും. അങ്ങനെ നേത്രാവതി എക്സ്പ്രസ് നമുക്ക് മുന്നേ പോയില്ല. ഇവിടെ എറണാകുളം കോച്ചിന് മെമ്മോ എടുക്കണം. ഇതിനിപ്പോൾ എനിക്കൊന്ന് പാലക്കാട് മെമ്മോ ആണെന്ന് തോന്നുന്നത്. 108 കോച്ച് പോലെ ഉണ്ട്. അപ്പോൾ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനലുകളൊക്കെ വൃത്തിയായി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിക്ക് ആകെ 20 മിനിറ്റാണ് ടേൺ അറൗണ്ട് ടൈം ഉള്ളത്. വണ്ടി വന്ന് 20 മിനിറ്റിൽ തിരിച്ചു പോകണം. ഇത് 1:50 വന്നിട്ട് 2:20 തിരിച്ചു പോകണം. കൃത്യം അരമണിക്കൂറാണ് അതിന് ടേൺ അറൗണ്ട് ടൈം ഉള്ളത്. വണ്ടി കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ നേരത്തെ തന്നെ തിരിച്ചു പോകാൻ പറ്റും, അത്രേ ഉള്ളൂ. അവിടെ മെൻ അറ്റ് വർക്ക് പ്ലീസിനോട് എൻ്റർന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് നിൽക്കാനുള്ള ക്ഷമയില്ല. അപ്പോഴേക്കും ബട്ടണൊക്കെ കുത്തി പോകണം. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ കോച്ചിലേക്ക് പതുക്കെ കയറിയേക്കാം. കോച്ചിൽ കയറാം. ഈ 1ലാണ് എൻ്റെ തിരിച്ചുള്ള യാത്ര. ഞാൻ കുറച്ച് നേരത്തെ ഇതേ ട്രെയിനിന് എറണാകുളത്തു നിന്ന് ഇവിടെ ഒന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് തിരിച്ച് ഒരു ചെറിയ യാത്ര പാലക്കാട് വരെ, ഞാൻ പറഞ്ഞായിരുന്നു പാലക്കാട് വരെ പോകണം. അപ്പോൾ എന്താ പിന്നെ പതുക്കെ നമുക്ക് ട്രെയിനിലോട്ട് കയറിയേക്കാം. ഇതിൽ കയറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം പ്ലാറ്റ്ഫോമിന് ഹൈറ്റ് വളരെ കുറവായതുകൊണ്ട് നമ്മൾ 2 പടി ചവിട്ടി തന്നെ കയറണം. ഈ സൈഡത്തെ ഡോർ എന്തിനാണ് തുറന്നു വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കോച്ച് 241608. ട്രെയിലർ കാറാണ്, നോൺ ഡ്രൈവിംഗ് ട്രെയിലർ കാറാണ്, NDTC ആണ്. പിന്നെ ഞാൻ പതുക്കെ ഉള്ളിലോട്ട് കയറട്ടെ. യാത്രക്കാർ ഉള്ളിലേക്ക് കയറും. ലാസ്റ്റ് ഇവിടെ സീറ്റ് റിവ്യൂ ചെയ്തേക്കാം. ഇതാണ് നമ്മുടെ സീറ്റ്. വീതിയുള്ള സീറ്റാണ്, നല്ല ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഹെഡ് ഡ്രസ്സിൻ്റെ ഡിസൈൻ മറ്റേ നമ്മുടെ ഏത് വണ്ടിയായിരുന്നു, പഴയ എക്സിക്യൂട്ടീവ് ക്ലാസ് പോലെ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഡിസൈനിന്. ബാക്കിയൊക്കെ സെയിമാണ്. ബാക്കി നമ്മുടെ സീറ്റിലെത്തിയിട്ട് ഞാൻ പറയാം. ടാസ്ക് പണിയാണ് എനിക്ക് തന്നത്. ഇതാണ് എൻ്റെ സീറ്റിൻ്റെ വിൻഡോ സീറ്റാണ്. നമുക്ക് വാട്ടർ ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവങ്ങൾ. സീറ്റിൻ്റെ റിവ്യൂ ഇപ്പോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ്. സീറ്റിന് വിട്ടൊക്കെ അടിപൊളിയാണ്. ബാക്ക് സപ്പോർട്ട് ഇത്തരം മോശം, ബാക്ക് നല്ല ഹാർഡായിട്ടിരിക്കുന്നു. കാരണം ഹെഡ് റെസ്റ്റ് സൈഡിലേക്ക് വിങ്ഡാണ്. പക്ഷേ നമ്മുടെ സാധാരണ ഇതിൽ കാണാനുള്ള പോലെ എന്താ പറയുക, പ്രൊട്രൂഡിങ് വിങ്സ് അല്ല, ജസ്റ്റ് ഒരു കുഴി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ മൊത്തത്തിലൊക്കെ സംഭവം കൊള്ളാം. ഇതിൻ്റെ സീറ്റ് ബാക്ക് ഇങ്ങനെയാണ്, ഫുൾ ഫാബ്രിക്കാണ്. ഇതിനൊരു മാഗസിൻ പൗച്ചുണ്ട്. പിന്നെ നല്ല ലെഗ് റൂമുണ്ട്, അടിപൊളി ലെഗ് റൂമാണ്. ഇത് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ലെഗ് റെസ്റ്റാണ്. പക്ഷേ ലോക്കൊക്കെ വർക്കിംഗ് അല്ലാന്ന് വെച്ചാൽ കിടക്കാൻ സംഭവം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ എന്ന് പറയുന്നത് സീറ്റിന് അടിയിലാണ്. ഇത് മെജോറിറ്റി ആൾക്കാർക്ക് ഇതിൻ്റെ ലൊക്കേഷൻ അതാണ്. ഈ കാണുന്നതാണ് വാട്ടർ ബോട്ടിൽ ഹോൾഡർ. സീറ്റിന് അടിയിലായിട്ടാണ് ഇരിക്കുന്നത്. ഇത് മെജോറിറ്റി ആൾക്കാർക്കും അറിയില്ല ഇതിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചാർജിങ് പോയിൻറ്റ് അത് സാധാരണ സ്ഥലത്ത് തന്നെയാണ്. ഇവിടെയാണ് ചാർജിങ് പോയിൻ്റ് ഇരിക്കുന്നത്. പിന്നെന്താ, പിന്നെ ട്രേ ടേബിൾ ബാക്കിലല്ല, ട്രേ ടേബിൾ ഇവിടെയാണ്. ഇതിനകത്താണ് ട്രേ ടേബിൾ ഇരിക്കുന്നത്. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ട്രേ ടേബിൾ വരും. ഇത് കുഞ്ഞ് ട്രേ ടേബിളാണ്. ഇതിൻ്റെ സാധാരണ ഇതിന് ഒരു ഫോൾഡും കൂടെ ഉണ്ടാവാറുണ്ട്. സാധാരണ ഒന്നും കൂടെ തുറക്കാൻ പറ്റും, പിന്നെ അതില്ല. ഇത്ര ഉള്ളതിനാണ്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. വാട്ടർ ബോട്ടിൽ ഹോൾഡറിന് കാര്യം പറഞ്ഞപ്പോൾ ഇതാണ്. വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഇരിക്കുന്നത് ഭയങ്കര മോശം സ്ഥലത്താണ്. എവിടെയാണ് ഇരിക്കുന്നത്, എല്ലാ സീറ്റിനും താഴെയായിട്ട്. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ താഴോട്ട് കൈ വെച്ചാൽ അത് കിട്ടും. പക്ഷേ ഇത് സാധാരണ എല്ലാവരും കാണാറില്ല. എന്നിട്ട് എല്ലാവരും മാഗസിൻ പൗച്ചിനകത്ത് കുത്തിക്കയറിയാണ് പതിവ്. ഇവിടെയാണ് ചാർജർ ഇരിക്കുന്നത്, നേരെ നടുക്കായിട്ട്.
ഇതാണ് സീറ്റ് മൊത്തത്തിൽ നല്ല സീറ്റാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ പഴയ എക്സിക്യൂട്ടീവ് ക്ലാസ് സീറ്റുകൾ കുറച്ചും കൂടി സുഖമായിരുന്നു ഇരിക്കാൻ. സമയം 2:19 കഴിഞ്ഞു. സ്റ്റാർട്ടർ ആംബർ ആയിട്ടുണ്ട്. അനൗൺസ്മെൻ്റ് വന്നു. ഫോൺ അടിച്ചത്തേക്ക് ഡോർ പടയും. ആക്ച്വലി രണ്ട് സൈഡിലെയും ഡോസ് ഓപ്പണാണ്. ഇത് ഓപ്പണാണ്, ഇത് ഓപ്പണാണ്. രണ്ടും ഒരുമിച്ച് തന്നെയാണ് അടയുന്നത്. ഇപ്പോൾ ഡോർ അടഞ്ഞു, നമ്മൾ പുറപ്പെടാൻ റെഡി ആയി കഴിഞ്ഞു. സമയം ഇപ്പോൾ 2:20. കൃത്യം വണ്ടി എടുക്കുകയായി. ബാക്കി കവറേജ് ഞാൻ സീറ്റിൽ നിന്ന് തന്നെ ചെയ്യാം കേട്ടോ. വരുന്ന രാവിലെയുള്ള യാത്ര നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കവറേജ് ഞാൻ സീറ്റിൽ നിന്ന് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ക്രോസിങ്സ് ഉണ്ട്, അതൊന്നും ഞാൻ കാണിക്കാൻ സാധ്യത. എന്തായാലും ടൗൺ സ്റ്റേഷൻ കഴിയട്ടെ. ട്രെയിൻ വന്നുകൊണ്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ ഒരു ആർമി തന്നെ വന്ന് കയറിയത്. അവരെല്ലാ ഡോറിലും ബോർഡ് വെച്ചു. അകത്ത് കയറി ക്ലീനിങ് തുടങ്ങി. ചടപടാൻ പണി തീർത്തു. അവരിറങ്ങിപ്പോയി. പിന്നെ ആട് വന്ന് ബോർഡൊക്കെ എടുത്ത് മാറ്റി. അതായത് ഒരു 2:10 ആയപ്പോഴേക്കും അവർ വീണ്ടും ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 2:05 വീണ്ടും ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. സമയം 2:20. ഈ യാത്രയിൽ ഞാൻ പാലക്കാട് വരെ ഉള്ളൂ. ഞാൻ മറ്റൊരു പ്രാവശ്യം ഐ പ്രോമിസ് ബാംഗ്ലൂർ ഫുൾ ലെങ്ത് ചെയ്യുന്നതാണ്. അടുത്ത ഫുൾ ലെങ്ത് യാത്ര ഞാൻ ചെയ്യുമ്പോൾ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ വേണോ സാധാരണ ചെയർക്കാറിൽ വേണോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനനുസരിച്ചാണ് അടുത്ത ഫുൾ യാത്ര ഞാൻ എക്സിക്യൂട്ടീവ് വേണോ ഇത് ചെയർക്കാർ വേണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇന്നിപ്പോൾ എന്തായാലും എക്സിക്യൂട്ടീവ് ക്ലാസ്സിലെ സ്നാക്സ് ഞാൻ കാണിച്ചു തരാം. അടുത്ത യാത്രയിൽ നമുക്ക് ഭക്ഷണം വെക്കണം. അങ്ങനെ നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് ലൂപ്പൊക്കെ കടന്ന് അപ്പുറത്ത് നിന്ന് മെയിൻ ലൈനിൽ കയറാം. അതാണ് കോട്ടയം ഭാഗത്തേക്ക് പോകുന്നത്. ലൈന് നമ്മൾ ജസ്റ്റ് നമ്മുടെ മെയിൻ ലൈനിലോട്ട് ഇപ്പോൾ കയറുന്നതേ ഉള്ളൂ. ജസ്റ്റ് നമ്മുടെ മെയിൻ ലൈനിലോട്ട് കയറി ഇപ്പോൾ എറണാകുളം ടൗൺ സ്റ്റേഷനാണ്. അപ്പോൾ അങ്ങനെ എറണാകുളം ടൗൺ കിടക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂരാണ്. നമ്മൾ ഈ യാത്രയിൽ ഞാനിപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ കയറി. ഇനി തൃശ്ശൂർ സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞുള്ള സ്റ്റോപ്പ് പാലക്കാടാണ്. പാലക്കാട് നിന്ന് ഇറങ്ങും. ആണ് നമ്മുടെ കോച്ച്. ചെറിയ കുട്ടിയുണ്ട്. കുട്ടി ശരിക്കും ആ റൊട്ടേറ്റിംഗ് സീറ്റ് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് എടപ്പള്ളി എത്താറായി. നമ്മുടെ പരശുരാം എക്സ്പ്രസ്സിനെ ഇപ്പോൾ അധികം താമസം നമ്മൾ ക്രോസ് ചെയ്യണം. ഇൻകമ്മിങ് ട്രിപ്പിൽ വടക്കാഞ്ചേരിയിൽ വെച്ച് ഓവർടേക്ക് ചെയ്താണ് പരശുരാം എക്സ്പ്രസ്സിനെ. പരശുരാം എക്സ്പ്രസ്സിനെ നമുക്ക് എന്താ പറയുക തേപ്പ് എക്സ്പ്രസ് എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ മാറ്റി വിളിക്കണം. കാര്യം പരശുവിന് 2 വന്ദേ ഭാരത് ഓവർടേക്കുകളാണ് കിട്ടുന്നത്. രാവിലെ വരുന്ന വഴിക്ക് കോഴിക്കോട് അല്ലെങ്കിൽ ഫറൂഖ് വെച്ച് മാംഗ്ലൂർ ട്രിവാൻഡ്രം വന്ദേ ഭാരത് ഓവർടേക്കും. അത് കഴിഞ്ഞ് അവനൊന്ന് കഷ്ടിച്ച് നടുവ് നിർത്തി വടക്കാഞ്ചേരി എത്തുമ്പോൾ ബാംഗ്ലൂർ എറണാകുളം വന്ദേ ഭാരത് ഓവർടേക്കും. കഷ്ടം തന്നെ മുതലാളി വേണ്ട കാര്യം. വരുന്ന പരശുരാം 22961 ആണ് ലോക്കോ. കഴിഞ്ഞ വീഡിയോയിൽ ഈ ട്രെയിൻ ഞാൻ കാണിച്ചായിരുന്നു. നമ്മൾ വടക്കാഞ്ചേരി വെച്ച് ഓവർടേക്ക് പിന്നെ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. എനിക്കൊന്ന് കേരളത്തിലെ ഷോർട്ടസ്റ്റ് ടേൺ റൗണ്ടുള്ള വന്ദേ ഭാരത് ഇതായിരിക്കും. കാരണം മാംഗ്ലൂർ വന്ദേ ഭാരതിന് ട്രിവാൻഡ്രത്ത് ഏകദേശം 1 മണിക്കൂറുണ്ട്. കാസർഗോഡ് വന്ദേ ഭാരതിന് കാസർഗോഡ് ഏകദേശം 1 മണിക്കൂർ കിട്ടുന്നുണ്ട്. ഇവനിവിടെ കൃത്യം 30 മിനിറ്റാണ്. കൃത്യം 30 മിനിറ്റാണ് ടേൺ റൗണ്ട് ചെയ്യുന്നത്. ജോലാർപേട്ട കോയമ്പത്തൂർ സെക്ഷൻ 100 ആകുമ്പോൾ കുറേ വ്യത്യാസം വരും. പുതിയ ഹൈവേ ബ്രിഡ്ജാണ് റെഡി ആവുന്നത്. അതിനിപ്പോൾ തള്ളി ട്രാക്കിന് മുകളിലേക്ക് കയറ്റണം.
ഇല്ലായിരുന്നു ഇവൻ്റെ കാര്യം. നമ്മൾ നേത്രാവതി ഓവർടേക്ക് ചെയ്യാണ്. ഞാനത് മിസ് ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഓഫായി നോക്കായിരുന്നു. സാറില്ല, നേത്രാവതി നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഏതൊരു വാപ്സാനായിരുന്നു. കളമശ്ശേരി സ്റ്റേഷനായിരുന്നു. ടു ടു 634 നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് ആയിരിക്കണം. വൈറസ് മെട്രെയിൻ പറ്റിച്ചതാണ്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ അത് ചൊവ്വരയ്ക്ക് അടുത്തുനിന്ന് കാണിച്ചുകൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചതാണ്. അപ്പോഴേക്കും സാധനം എത്തി. ആരോ പാസ് ചെയ്ത് വന്നു കഴിഞ്ഞത്. ഈ വൈറസ് മെട്രെയിനെ കൊണ്ട് ഞാൻ തോറ്റു കേട്ടോ. അതിപ്പം ഡിപ്പാർട്ടഡ് ചൊവ്വര എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് വേറെ എന്തെങ്കിലും വണ്ടിയായിരിക്കുമോ? പട്ന എറണാകുളം എക്സ്പ്രസ് ആണ്. പട്ന എറണാകുളം എക്സ്പ്രസ്. ഇതിന് വേണ്ടി ഓവർടേക്ക് ചെയ്തിരുന്നത് തമിഴ്നാട്ടിൽ വെച്ച്. നമ്മൾ ഉത്തുക്കുളി വെച്ച് ഓവർടേക്ക് ചെയ്തായിരുന്നു ഇൻകമ്മിങ്ങിൽ. അതാണിപ്പോൾ പോയത്. നമ്മളങ്ങനെ ആലുവ സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ സീറ്റിലല്ല കേട്ടോ, ഞാൻ വേറെ റൈറ്റ് സൈഡിലൊരു സീറ്റിലും കയറിയിരുന്നു. ഭയങ്കര ക്ഷീണം. എറണാകുളത്തുനിന്ന് എപ്പോഴും എക്സിക്യൂട്ടീവ് ക്ലാസ് ഏകദേശം പകുതി കാലം കേട്ടോ. പകുതി സീറ്റുകൾ എറണാകുളത്തുനിന്ന് കയറിയിട്ടുണ്ട്. ബാക്കി എനിക്ക് തോന്നുന്നു തൃശ്ശൂർ, കോയമ്പത്തൂരൊക്കെയാണ് തോന്നുന്നു ബോർഡിങ്. ആലുവ സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്. നമ്മൾ സ്പീഡ് കുറയും, കാര്യം പാലത്തിന് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. WDG4 ഒരു ഹോപ്പർ വാഗൺ ഡ്രൈക്കോട്ട് നിൽക്കുന്നു. ബോബിൻ ഡ്രൈക്കോട്ട് നിൽക്കുന്നു. നമ്മുടെ ട്രാക്കിലെ ബലാസ്ത് കെട്ടാൻ കൊണ്ടുവന്ന റേക്കാട്ടോ അത്. അപ്പോൾ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ 22634 നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്യണം. പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഏത് വണ്ടിയെ കാത്തു നിൽക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ഓപ്പോസിറ്റ് ലൈനിൽ വരുന്നതാണ് 22634. തുഗ്ലക്കാബാദിൻ്റെ ലോക്കോ ആണ്. നമ്പർ 30682. ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം 22634 സൂപ്പർഫാസ്റ്റ്. ഏകദേശം രാജധാനി എക്സ്പ്രസ് പോലത്തെ ഷെഡ്യൂളുള്ളൊരു ട്രെയിനാണിത്. രാജധാനി എക്സ്പ്രസ് പോലത്തെ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഞാൻ അതിശയോക്തി പറയുന്നതല്ല. രാജധാനി എക്സ്പ്രസിൻ്റെ മൺസൂൺ ഷെഡ്യൂൾ, ഏറെക്കുറെ രാജധാനി എക്സ്പ്രസിൻ്റെ മൺസൂൺ ഷെഡ്യൂളാണ് ഇതിൻ്റെ ഷെഡ്യൂൾ. നമ്മളങ്ങനെ പെരിയാർ പാലം കടക്കാൻ പോകുന്നു. മീൻവയൽ പത്രം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ ആണ്, കൊച്ചി എഡീഷൻ. നമ്മൾ വരുമ്പോൾ കണ്ട അതേ കാഴ്ചയാണ്. റൈറ്റ് സൈഡ് കാണിക്കണം, അല്ല ലെഫ്റ്റ് സൈഡ് കാണിക്കണം എന്ന് വിചാരിച്ചുള്ളൂ, നടന്നില്ല. ഞാനിപ്പോൾ അതൊക്കെ എൻ്റെ സീറ്റിൽ പോയിരിക്കുകയാണ്. കുറച്ച് നേരം എൻ്റെ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യണം. അങ്കമാലി സ്റ്റേഷനാണ്. ഓവർടേക്ക് ഒന്നുമില്ല, എം ടി റേക്കാണ് ഇവിടെ കിടക്കുന്നത്. ഏതോ ഒരു ഹിന്ദി ബോർഡാണ് ഇതിനുള്ളത്. പൂനെ ഹസ്രത്ത് നിസാമുദ്ദീൻ പൂനെ എന്നാണ് ബോർഡ് എടുക്കുന്നത്. ഇപ്പോൾ ഒന്നാണ് ഗുരുവായൂർ പാസഞ്ചർ, എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ, സോറി ഗുരുവായൂർ എറണാകുളം പാസഞ്ചറും. വാപ്സാന ഇരുന്ന ലോക്കോ. ഓപ്പോസിറ്റ് ലൈനിലൊരു പച്ച കണ്ടു. നമ്മളിപ്പോൾ ഇരിങ്ങാലക്കുട സ്റ്റേഷൻ എത്താറായെന്ന് തോന്നുന്നു. ഇതാണ് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോം 1 ലെഫ്റ്റ് സൈഡിലാണ്. ഈ സൈഡ് പച്ച കണ്ട സ്ഥിതിക്ക് ക്രോസിംഗ് മിസ് ചെയ്യാൻ താല്പര്യമില്ല.
ഏറനാട് എക്സ്പ്രസ് ആണിത്. ട്രെയിൻ തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് അടുക്കുന്നു. दरवाजे खुल रहे हैं. അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂരിലേക്ക് പ്രവേശിച്ചു. അതാ നടക്കുന്നു വേണാട് എക്സ്പ്രസ്. 30349 വാപ്സാനായിരുന്നല്ലോ. അപ്പോൾ ಬಾಗಿಲುಗಳು ತೆರೆಯುತ್ತಿವೆ. ഫുള്ള് റെഡ് കോച്ചായല്ലോ. നീലൊക്കെ എവിടെയോ പോയി. നന്നായി. ഇതിന് സത്യം പറഞ്ഞാൽ അൺറിസർവ്ഡ് ഓടാണെങ്കിൽ റെഡ് കോച്ചാണ് നല്ലത്. ഇൻട്രസിറ്റി ടൈപ്പ് ബ്ലൂ കോച്ചസ് ഒന്നും അൺറിസർവ്ഡ് ഓടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തൃശ്ശൂരെത്തി. ഇതോടെ അങ്ങറ്റത്ത് കിടക്കുന്നത് നമ്മുടെ ഷൊർണൂർ പാസഞ്ചറാണ്. 2202. ഇപ്പം നമ്മുടെ ഡോറ് തുറക്കും. വണ്ടി ഒരു ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 24 അല്പം ലേറ്റായി വണ്ടി. നമ്മളിവിടുന്ന് വിടുമ്പോഴേക്കും മിക്കവാറും കേരള എക്സ്പ്രസ് എത്തും ഇവിടെ. ഇപ്രാവശ്യം തന്നെ ഇറങ്ങിയിട്ട് കയറാം. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തൃശ്ശൂർ എത്തിയപ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. എല്ലാ സമയത്ത് ശബരി എക്സ്പ്രസ് ഞാൻ ഇറങ്ങിയില്ല. ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ട് കയറാം. പക്ഷേ എക്സിക്യൂട്ടീവായിട്ട് ആരും കയറാനില്ലെന്ന് തോന്നുന്നു. നമ്മൾ തൃശ്ശൂർ എത്തി. നമ്മൾ സ്റ്റാർട്ടർ ഓൾറെഡി പച്ചയാണ്. ഒരുപാട് നേരം നിൽക്കുന്നില്ല, പെട്ടെന്ന് കയറട്ടെ. ഇവിടെ നമ്മൾ സ്നാക്സ് കയറ്റിയത്. സ്നാക്സ് ഇവിടുന്ന് കയറ്റുന്നത് അവിടെ ഓരോ ബോക്സിൽ ഇരിക്കുന്നുണ്ട്. സ്നാക്സ് ഇവിടുന്ന് വന്ന് കയറ്റിയത്. കാര്യം എറണാകുളത്തുനിന്ന് കയറ്റുന്നത് കണ്ടില്ല. സ്നാക്സ് തൃശ്ശൂർ കഴിഞ്ഞ വിളമ്പുള്ളൂ എന്ന് പറയുകയും ചെയ്തായിരുന്നു. നമ്മൾ പുറപ്പെടാറായി. ഹോൺ അടിച്ചു. ഡോർ ടൈം. മീൻവൈൽ ഡോർ അടഞ്ഞു. നമുക്ക് എന്താ പറയുക, ഈ സൈഡിൽ നിൽക്കാം. കേരള എക്സ്പ്രസ് തന്നെ കാണാമല്ലോ. അപ്പോൾ ഈ വണ്ടിയുടെ ഈവനിങ് സ്നാക്സ് ലോഡ് ചെയ്യുന്ന തൃശ്ശൂരിൽ നിന്നാണ്. എറണാകുളത്ത് നിന്ന് കയറി തൃശ്ശൂർ ഇറങ്ങുന്നവർക്ക് സ്നാക്സ് കിട്ടില്ല. തൃശ്ശൂർ കഴിഞ്ഞിട്ട് സ്നാക്സ് കിട്ടുള്ളൂ. എറണാകുളത്തിന് തൃശ്ശൂരുണ്ടെങ്കിൽ ഒരു ചായ കൊടുക്കേണ്ടതാണ്. ഇതുവരെ തന്നിട്ടില്ല അവർ. അവരെനിക്കൊന്ന് സ്നാക്സിൻ്റെ കൂടെ തരാമെന്ന് വെച്ച് മാറ്റി വെച്ചിരിക്കാൻ തോന്നുന്നു. അതായത് നമ്മുടെ ഈവനിങ് ഞാൻ എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ളതിന് സ്നാക്സിൻ്റെ ചാർജ് കൂടാതെ 40 രൂപ എൻ്റെ ടിക്കറ്റ് കളക്ട് ചെയ്തു. അതിൽ 20 രൂപ വാട്ടർ ബോട്ടിലുണ്ടെന്നാണ്. മറ്റ് 20 രൂപ എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ അതിനൊരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ എന്താണെന്നൊന്ന് അറിയണമല്ലോ. പോണു കേരള എക്സ്പ്രസ്. ഇന്ന് ബാംഗ്ലൂർ എറണാകുളം ഇൻ്റർസിറ്റി ഭയങ്കരമായിട്ട് ഡിലേഡാണ്. വണ്ടി ഇപ്പോൾ പാലക്കാട് പോലും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കേരള എക്സ്പ്രസ്സിന് സമാധാനമായിട്ട് വരാൻ പറ്റി. വടക്കാഞ്ചേരി സ്റ്റേഷൻ വരെയുള്ള റൺ ത്രൂ ആണ്. നമ്മളിപ്പോൾ ഏകദേശം ജനശതാബ്ദി ക്രോസ് ചെയ്യണം. ഇപ്പോൾ റൈറ്റ് സൈഡിലെ വിൻഡോസ് എല്ലാം ഫുള്ളായി. ജനശതാബ്ദി എക്സ്പ്രസ് ആണ് പോകുന്നത്. ആ വിൻഡോ ഗ്ലാസ്സിന് ടിൻറ്റിങ്ങിൻ്റെ വ്യത്യാസം കണ്ടോ? ഒരു ഗ്ലാസ് അപ്പുറത്തെ ഗ്ലാസ് നമ്മുടെ ടിൻറ്റിങ്ങിൻ്റെ വ്യത്യാസം. എനിക്കൊന്ന് ഈ കിടക്കുന്ന ഗ്ലാസ് പുതിയ ഗ്ലാസ്സാണെന്ന് തോന്നുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഉത്രാളിക്കാവ്. ഞാൻ കഴിഞ്ഞ് നമ്മുടെ ഇനോഗ്രൽ വീഡിയോയിൽ ഇത് കാണിച്ചായിരുന്നു. എനിക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ സ്ഥലത്ത് വന്ന 1-2 വന്ദേ ഭാരത് വീഡിയോസിൽ കാണാം. അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ആണ് ഈ പ്ലേസ്. വള്ളത്തോളവർ സ്റ്റേഷനാണ്. ഇവിടെ ഏതോ വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്.
TVC and SMVB സ്പെഷ്യലാണ്. ട്രിവാൻഡ്രം നോർത്ത് SMVB സ്പെഷ്യൽ. ഇത് നാളെ രാവിലെ 3:45 ബാംഗ്ലൂർ എത്തുള്ളൂ. ഈ സ്പെഷ്യൽ നാളെ രാവിലെ 3:45. വന്ദേ ഭാരത് ഇന്ന് രാത്രി 11 മണിക്ക് എത്തും. മീൻമേൽ നമ്മുടെ ഈവനിങ് സ്നാക്സ് വന്നിട്ടുണ്ട്. സ്നാക്സിനകത്ത് എന്തൊക്കെയാണ്? സ്നാക്സിൻ്റെ ഹൽദിറാമിൻ്റെ ആലു ഭുജിയ ഉണ്ട്, യോഗ ബാറിൻ്റെ ട്രയൽ മിക്സ് ഉണ്ട്, ഒരു ഫ്രഷ് വൈപ്പുണ്ട്, ചിക്കി ഈറ്റ് ബിറ്റിൻ്റെ ചിക്കി റോസ് പെറ്റൽ ഉണ്ട്, വായു മസാല ചായ ഉണ്ട്, ലോട്ടോ ചോക്കോപ്പായ ഉണ്ട്, പിന്നെ പരിപ്പുവടയുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഈവനിങ് സ്നാക്കിലുള്ളത്. നമുക്ക് പരിപ്പുവട എങ്ങനെയുണ്ട് നോക്കാം. പരിപ്പുവട സംഭവം പെരിഞ്ചീരകം ഇട്ടിട്ട്, പക്ഷെ നല്ലോണം തണുത്തു പോയി. കുറച്ചുകൂടി ചൂട്, അതുകൊണ്ട് ഒട്ടും ക്രിസ്പല്ല. ഭാരതപ്പുഴ അടങ്ങുന്നു. ഷൊർണൂർ പാലക്കാട് സൈഡിലേക്കുള്ള ലൈനാണ്. ഞാൻ കാണിച്ചിട്ടുള്ളതാണ്, ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കുന്നതേ ഉള്ളൂ. നമ്മളിവിടെ വെച്ച് പാലക്കാട് ഷൊർണൂർ A ക്യാബിൻ പാസ് ചെയ്യുന്നു. ഇതാണ് ഷൊർണൂർ A ക്യാബിൻ. ഇത് കഴിഞ്ഞാണ് നമുക്ക് 110 ടെറിട്ടറിയാണ്. ഒറ്റപ്പാലം സ്റ്റേഷൻ വഴി റൺ ത്രൂ. പാലക്കാടിൻ്റെ വൈകുന്നേരങ്ങളാണ് കാണുന്നത്. നമ്മളങ്ങനെ ലക്കടി കഴിഞ്ഞു വളരെ പെട്ടെന്ന് പാലക്കാട് തടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ യാത്ര നമുക്ക് പാലക്കാട് വരെ ഉള്ളൂ. പാലക്കാട് നമ്മൾ മറ്റൊരു ട്രെയിനിൽ കയറി തിരിച്ച് അങ്ങാടിപ്പുറത്തേക്ക് പോകും. പാലക്കാട് നിന്ന് മറ്റേ കോയമ്പത്തൂർ ഷൊർണൂർ പാസഞ്ചറിന് കയറിയാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോ ഉണ്ടാവില്ല കേട്ടോ, മേ ബി അതിൻ്റെ എൻട്രി വരെ മാത്രം വേണമെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം, അതല്ലാണ്ട് പറഞ്ഞു വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ യാത്ര അവസാനിക്കാറായി. പാലരുവിയായിരുന്നു ഏതോ ഒരെണ്ണം പോയി. നമ്മൾ ജസ്റ്റ് പാലക്കാട് എത്തുന്നു. കുറച്ച് മുമ്പ് ആരോണേ പോയായിരുന്നു. ആരോണ എക്സ്പ്രസ് पक्का तुम जवाब दोगे. Okay? You will also have to answer for this. Okay? You will also have to answer for this. നമ്മൾ പാലക്കാട് സ്റ്റേഷനിലേക്ക് കയറി. ഇതിനകത്ത് അമ്മ 2 ചായയുടെ കാശ് മേടിച്ചിട്ട് ഒരെണ്ണേ തരുള്ളൂ. അത് ചോദിച്ചപ്പോൾ അമ്മ ചായ തരാൻ മറന്നുപോയി, അത്രയല്ലേ ഉള്ളൂ എന്ന്. അങ്ങനെ പറ്റില്ലല്ലോ. IRCTC സ്റ്റാഫ് ഉണ്ട്, അവൻ തിരിഞ്ഞു നടന്നു. നമുക്ക് ശരിയാക്കി കൊടുക്കാം. സമയം 4:22. വണ്ടി നല്ലോണം ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. ഒരു 4:35 ഇവിടുത്തെ ടൈം. അത് 22 കിട്ടും. 13 മിനിറ്റ് ഇവിടെ കിടക്കും.
ഇവിടുന്ന് കാണുന്ന എല്ലാവരും വണ്ടി കളവരില്ല കേട്ടോ. കുറച്ച് പേര് വണ്ടി കളവരായിരിക്കും. ബാക്കിയുള്ള കുറേ പേര് പുറകെ വരുന്ന സ്പെഷ്യലിനുണ്ടാവും. അതുപോലെ വേറെയും വണ്ടികൾ പുറകെ വരുന്നുണ്ട്. കോയമ്പത്തൂർ ഇൻട്രസ്റ്റ് വേണ്ട അതിനേക്കാൾ യാത്രക്കാരുണ്ടാവും. യാർഡിലൊരു വന്ദേ ഭാരത് കിടക്കുന്നുണ്ടോ? വണ്ടിക്കാരാന്ന് തോന്നുന്നത്. ഡോറ് തുറന്നു. പിന്നെ ഇറങ്ങിയേക്കാം. സമയം 4:22, 4:23. ഈ യാർഡിലൊരു വന്ദേ ഭാരത് കിടക്കുന്നുണ്ട്. 20-കാറാന്ന് തോന്നുന്നു കണ്ടിട്ട്. അത് ചിലപ്പോൾ ട്രിവാൻഡ്രം വന്ദേ ഭാരതിനുള്ള സ്പെയറോ വല്ലതായിരിക്കും. അപ്പോൾ പാലക്കാട് എത്തിയ ഉടനെ ഇവിടെ അവർ ട്രേസൊക്കെ ഇറക്കി. രാവിലെ ഉച്ചയ്ക്ക് ലഞ്ച് ഇവിടെ നിന്നായിരുന്നു കയറ്റിയത്. അതിൻ്റെ ട്രേകളാണ്. ട്രേയൊക്കെ ഇവിടെ ഇറക്കി. ആ ട്രേ ഇപ്പോൾ തിരിച്ചു പോകും. മീൻവെൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് ഇറങ്ങി പോകുന്നുണ്ട്. അത് കാണിക്കാൻ പറ്റിയില്ല, കാര്യം ഞാൻ ആ സമയത്ത് IRCTC-കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര അഹങ്കാരം നിറഞ്ഞ റെസ്പോൺസായിരുന്നു അത്. നമ്മളിവിടെ കൊണ്ടുവന്ന് വിട്ട വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ സിഗ്നൽ പച്ചയായിട്ടുണ്ട്. സിഗ്നൽ കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ സമയം 4:35 ആയിട്ടുള്ളൂ. 4:37 അത് വിടുന്നുള്ളൂ. മീൻവെൽ മഴ പെയ്തു തുടങ്ങി. നല്ല കാറ്റുമുണ്ട്, ചെറുതായിട്ട് മഴയുണ്ട്. ഇവിടെ വന്ദേ ഭാരത് ഇവിടുന്ന് പുറപ്പെടാറായിട്ടുണ്ട്. ഡോർ അടയ്ക്കുന്നതിന് മുമ്പുള്ള റിയർ ഇതാണ് കേട്ടത്. നമ്മൾ വള്ളത്തുള്ളങ്ങര വെച്ച് ഓവർടേക്ക് ചെയ്ത ആ SMVT സ്പെഷ്യലാണത്. ഇതിപ്പോൾ ഇങ്ങോട്ട് ഓടിയെത്തി. അത്യാവശ്യം നല്ല തേപ്പ് കിട്ടിയിട്ടുണ്ട്. വന്ദേ ഭാരത് ഓവർടേക്ക് ചെയ്തു. അതിന് ഇൻ്റർസിറ്റി എക്സ്പ്രസിൻ്റെ ഫ്രണ്ടിൽ പോയി. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ. നമ്മുടെ IRCTC കാറ്ററിംഗ് പ്രശ്നം നന്നായിട്ട് കത്തി കയറി പിടിച്ചിട്ടുണ്ട്. ഞാനത് റെയിൽ പദ്ധതിയിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്തു. കാറ്ററിംഗ് സൂപ്പർവൈസർ എന്നെ വിളിക്കാൻ വർത്താനം പറയാൻ. ആ വെയിറ്ററോട് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിക്കോളാനും പറഞ്ഞിട്ടുണ്ട്. കാര്യം വർത്താനം പറയേണ്ട രീതിക്കെല്ലാം വർത്താനം പറഞ്ഞാൽ അവൻ തന്നിട്ടില്ല ചായ. എന്നിട്ട് അവൻ എന്നെ കളിയാക്കുന്നു. ഒരു ചായ തരാത്താണോ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട്. അതൊരു പ്രശ്നം തന്നെയാണല്ലോ. ഞാൻ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുക തന്നെ വേണം. അപ്പോൾ ഞാനിപ്പോൾ പാലക്കാട് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 3 വന്നിരിക്കുകയാണ്. സമയം ഇപ്പോൾ 5:04 5:50 നമ്മുടെ കോയമ്പത്തൂർ ഷൊർണൂർ പാസഞ്ചറിങ് എത്തും. അതേ റേക്കാണ് ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നേരെ അങ്ങാടിപ്പുറത്തേക്ക് ടിക്കറ്റ് മേടിച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മുടെ യാത്ര അതിൽ തുടരാം. ആ യാത്രയുടെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല, കാര്യം ആ ട്രെയിനിൻ്റെ വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ആ ട്രെയിനിൻ്റെ എൻട്രിയോടുകൂടി നമ്മുടെ ഈ വീഡിയോ ക്ലോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. SMVT ബാംഗ്ലൂർ വരെ പോകുന്ന സ്പെഷ്യൽ ട്രെയിൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. പ്ലാറ്റ്ഫോം 3 കൂടെ പോകുന്ന ട്രെയിനാണ്. SMVT Bangalore special train is on platform number 4. For the kind attention of passengers, train number 56603 Coimbatore Shornur passenger will arrive shortly on platform number 3. നമുക്ക് പോകുന്ന ട്രെയിനാണ്. പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്ക് ഷോർട്ട്ലി വരുമെന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റൊരു ലൈറ്റ് കാണാണ്ട് മിക്കവാറും തന്നെയായിരിക്കും. അത്യാവശ്യം നല്ലോണം ആൾ കയറാനുണ്ട്. ഒരു സീറ്റ് കിട്ടിയാൽ മതി. എനിക്ക് നല്ല ലഗേജ് ഉണ്ട്. അവിടെ യാർഡിലങ്ങ് ദൂരെ ഒരു വന്ദേ ഭാരത് കിടക്കുന്നുണ്ട്. 20-കാർ വന്ദേ ഭാരത്തിലേക്കാണത്. അത് മിക്കവാറും തിരുവനന്തപുരത്തിനുള്ള സ്പെയർ ആയിരിക്കും. തിരുവനന്തപുരം വന്ദേ ഭാരത് ഇതിന് പോകാറായി, നമ്മുടെ ഓവറോളിന് പോകാനുള്ള സമയമായി. വാഗൺ 9 ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്.
എന്താണെങ്കിലും ഡസൻ മേക്കിന് ഡിഫറൻസ്. എല്ലാ സ്റ്റോപ്പിലും നിർത്തി പോകുന്ന വണ്ടിയാണ്. വാഗൺ 9 വന്നാലുണ്ട്, വാപ്പ് 1 വന്നാലുണ്ട്. വാഗൺ 9 അല്ല, എല്ലാ കൂടെ 31153. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ട് വണ്ടിക്ക്. ഭീകര തിരക്കൊന്നുമില്ല വണ്ടിക്കകത്ത്. കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടും. വലിയ പ്രശ്നമില്ലാണ്ട് സീറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളങ്ങനെ അങ്ങാടിപ്പുറത്ത് എത്തിയിരിക്കുന്നു. സമയം ഇപ്പോൾ 8:08. അപ്പോൾ എറണാകുളത്ത് നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടുവന്നിരിക്കുന്നു. പാലക്കാട് കഴിഞ്ഞുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്ന് ഇരുട്ടായി, 2 മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യാമറ പുറത്തൊരു വീഡിയോ എടുക്കാൻ ഒരു മൂഡ് വന്നില്ല. പിന്നെ ഷൊർണൂരൊക്കെ എത്തിയപ്പോൾ ഒരു കോൾ വന്നായിരുന്നു. അല്ലെങ്കിൽ ഒന്നും കാണിക്കാനില്ല, എത്ര പ്രാവശ്യം കാണിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോയിൽ. നിങ്ങൾ ഈ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്നിരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസൊക്കെ രേഖപ്പെടുത്തുക. നമുക്കെന്നാൽ ഇനി മറ്റൊരു അടിപൊളി പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. കുറച്ചധികം യാത്രകൾ ഡിസംബറിൽ പ്ലാനുണ്ട്. കുറച്ചധികം വീഡിയോസ്. നിങ്ങൾ ഈ വീഡിയോ മോസ്റ്റ്ലി ഡിസംബറിലായിരിക്കും കാണാം. ഇനി ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോസൊക്കെ ജനുവരിയിലായിരിക്കും കാണുന്നത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം അങ്ങാടിപ്പുറം. See you again in our next video. Until then, bye bye.